ഹലോ ഗായ്സ്. അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു ചെറിയ വീഡിയോ ആയിട്ടാണ്. ഒന്നുമില്ല, ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു ഈ 11:50 ഞാൻ എന്ത് ചെയ്യുമെന്ന് ആലോചിക്കുമ്പം ഞാൻ ഈ ചെയ്യുന്ന പരിപാടി എന്താണെന്നറിയോ? പിക്സൽ ആർട്ട്. ഇതിപ്പം നേരത്തെ ട്രെൻഡായിട്ടുള്ളൊരു ആർട്ടായിരുന്നു. അപ്പം എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ എന്താ അലങ്കോലമായിട്ടിരിക്കുന്ന എൻ്റെ ഡെസ്കിനകത്ത് പോയിട്ട് നിന്നിട്ട് ഞാൻ എൻ്റെ പിക്സൽ ആർട്ട് നോക്കുകയാണ് കേട്ടോ. എമർജൻസിയൊക്കെ എടുത്ത് അടുത്ത് വെച്ചിട്ടുണ്ട്. എല്ലാവരും ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഒരു ശാന്തത തോന്നിട്ട് അപ്പം ഇരുന്ന് ചെയ്യുന്ന പണിയാണിത്. അപ്പം ഞാൻ പിക്സൽ ആർട്ടിന് വേണ്ടിയില്ല പെൻഗ്വിനെയാണ് ഞാനിപ്പോൾ വരയ്ക്കുന്നത് കേട്ടോ. പെൻഗ്വിനെ വരയ്ക്കാനായിട്ട് ഞാൻ എൻ്റെ ഡൂഡിൽ ആർട്ട് പെന്ന് വെച്ചിട്ട് ഞാനിത് ഓരോ നമ്മുടെ പിക്സൽ ആർട്ട് എന്ന് പറയുമ്പോൾ ഓരോ ബോക്സ് അത് മാത്രമായിട്ടുള്ളതാണ്. ഇപ്പോൾ ഗ്രിഡൊക്കെ വരച്ച് ഞാൻ വെച്ചിട്ടുണ്ട്. ഓരോ പടങ്ങളൊക്കെ വരയ്ക്കാനായിട്ട്. നിങ്ങൾക്ക് ഈ പിക്സൽ ആർട്ടിൻ്റെ വീഡിയോ ഒക്കെ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പം ഞാൻ ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഇടുന്നതായിരിക്കും. അപ്പം എനിക്ക് ഡ്രോയിങ്ങും ഡാൻസും എല്ലാ വീഡിയോസും എനിക്ക് ഇടണമെന്നുണ്ട്. പക്ഷേ എനിക്ക് ടൈം കിട്ടാറില്ല. സ്കൂളൊക്കെ തുറക്കാറായി. അതുകൊണ്ട് തന്നെ സ്കൂൾ തുറക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് എല്ലാ ദിവസവും വീഡിയോ ഇടാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. കാരണം കൂടുതൽ പഠിക്കാനുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ എന്നാലും എല്ലാ ദിവസവും വീഡിയോ ഇടാൻ ഞാൻ മാക്സിമം ട്രൈ ചെയ്യാം. അപ്പം ഞാനിപ്പം ഈ ബോക്സുകളൊക്കെ വരച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എമർജൻസിയൊക്കെ എൻ്റെ അടുത്തോട്ട് ഇരിക്കുമ്പോൾ ഞാൻ ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ട് ഫുള്ള് എമർജൻസിക്കകത്ത് ഇരുന്നിട്ടാണ് ഞാൻ ഈ പടം വരയ്ക്കുന്നത്. അപ്പം ഗൈസ്, ഞാനിപ്പം ഫുള്ളായിട്ട് ഇങ്ങനെ കളർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ ബോക്സും ഇങ്ങനെ കളർ ചെയ്യണം. അതാണ് ഇച്ചിരി പാട്. കണ്ടോ, ഞാനിപ്പോൾ ഇത്രേ ആയിട്ടുള്ളൂ, ഇനിയും ചെയ്യാനുണ്ട്. അപ്പം ഈ ഗ്രിഡ് വരയ്ക്കാമെന്ന് പറഞ്ഞാൽ അത് ഇച്ചിരിയുള്ള പാടുള്ള കാര്യമാണ് കേട്ടോ. ഞാൻ ബാക്കിയുള്ളതൊക്കെ വരച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതൊരു ക്യൂട്ട് ഗേളാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഗേളാണ്. ഇത് ഞാൻ പിക്സൽ ആർട്ട് ഇച്ചിരി ഈ ഒരു ടൈം ഇരുന്ന് തന്നെ വരച്ചതാണ്. അപ്പം തന്നെ ഇരുട്ട് പോയിട്ടുണ്ട്. ഞാനിപ്പോൾ ഒന്ന് ലൈറ്റ് കൂട്ടിയിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് നമ്മൾ ഇപ്പോൾ വരച്ച പടം. ഒരു ചെറിയും വരച്ചു, പിന്നെ ഒരു ഗേളിനെയും വരച്ചു. പിന്നൊന്നും വരച്ചിട്ടില്ലായിരുന്നു കേട്ടോ. ഇനി വരയ്ക്കണം. ഞാൻ കുറേ വരച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ നമ്മുടെ യൂട്യൂബ് ചാനൽ പോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കുറേ എണ്ണം കുറേ വരച്ച പടങ്ങളൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടിട്ടുണ്ട്. നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾ പറയാം കേട്ടോ എങ്ങനെയുണ്ട് എന്നൊക്കെ. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ പറയേണ്ടതാണ് കേട്ടോ. അപ്പം ഞാൻ ഇങ്ങനെയാണ് ഞാൻ ഓരോ ബോക്സും ചെയ്യേണ്ടത് കേട്ടോ. എല്ലാ ബോക്സും ഇനി ചെയ്യണം. അപ്പം ഞാൻ ഇത് ഇച്ചിരി ടൈം എടുത്താണ് ചെയ്തതെങ്കിലും ഫുൾ ബോക്സ് ഞാൻ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്കും ഞാൻ 12:01 കേട്ടോ. ഇത് നോക്കുക ഗൈസ്, 12:01 സംഭവം. ഇത് മെയ് 6-ാണ് ഞാൻ എടുത്ത വീഡിയോ ആണ്. അപ്പം ഞാൻ ഇപ്പോഴാണ് എഡിറ്റ് ചെയ്യാൻ ഇടാൻ പറ്റിയത് കേട്ടോ. അപ്പം ഇതൊക്കെ എന്താണെന്ന് അറിയത്തില്ല. ഞാൻ യൂസ് ഇതാണ് ഞാൻ വിചാരിച്ച ഈ ഒരു പെൻഗ്വിൻ ഞാനിവിടെ മേളിൽ കൊടുക്കാം കേട്ടോ. ഈ പടം ആണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. എന്തായാലും അതുപോലൊക്കെ ഉണ്ടോയെന്ന് നിങ്ങൾ പറയാം. അപ്പോൾ ഗൈസ്, ഈ 4 കളേഴ്സാണ് നമുക്ക് ഈ പെൻഗ്വിന് വേണ്ടി വേണ്ടത്. അപ്പോൾ 4 കളേഴ്സ് നമ്മൾ ചെയ്യാൻ പോവുകയാണ്. ഇതാണ് ഞാൻ പറഞ്ഞ കുട്ടി പെൻഗ്വിൻ കേട്ടോ. ഇതെങ്ങനെയുണ്ട്, കൊള്ളാം അല്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ കുറേ ഇൻട്രസ്റ്റ് ഇങ്ങനെ നോക്കി തപ്പിയിട്ട് കിട്ടിയ ഒരെണ്ണമാണ്. ഫസ്റ്റ് കളർ തന്നെ ഞാൻ ഇതാണ് കൊടുക്കാൻ പോകുന്നത്. കളർ നമുക്കിത് വെച്ച് വരയ്ക്കാം ഗൈസ്. അപ്പം കാണിച്ചു തരാം. അങ്ങനെ അവിടെ നമ്മുടെ ആ ഒരു ഹെഡിൻ്റെ ആ പോർഷനിലാണ് ഞാൻ വരയ്ക്കുന്നത് കേട്ടോ. സെറ്റാക്കി ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഫുള്ളിങ്ങനെ കളർ ചെയ്തിരിക്കുകയാണ് കേട്ടോ. ഞാനങ്ങനെ ടാബിൽ നോക്കുന്നു, എന്നിട്ട് ഞാൻ കളർ ചെയ്യുന്നു. അത് തന്നെയാണ് പണി. അപ്പം ഞാൻ ആ കളർ വെച്ച് ഫുള്ള് വരച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഹെഡിൻ്റെ ഭാഗത്തും ഉണ്ടായിരുന്നു, പിന്നെ ഹാൻഡിൻ്റെ ഭാഗത്തും ഉണ്ടായിരുന്നു. അവിടെ വരച്ചു കഴിഞ്ഞു. ഇനിയുള്ള പരിപാടിയാണ് ഗൈസ് അടുത്ത കളർ. ഞാൻ യൂസ് ചെയ്യുന്നത് പേസ്റ്റൽ ബ്രഷ് പെൻസ് ആണ് കേട്ടോ. നിങ്ങൾക്ക് ഏത് കളേഴ്സ് വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ കളറാണ് യൂസ് ചെയ്യുന്നത് കണ്ടോ. ഇനി ഞാൻ വരയ്ക്കാൻ പോകുന്നത് ഈ ഒരു ഭാഗമാണ്. എന്ന് പറയുമ്പോൾ നമ്മൾ ഹെഡിൽ വരച്ച് താഴത്തെ ഒരു ഭാഗം അത് ലൈറ്റ് കളർ വെച്ചാണ്. എനിക്ക് തോന്നുന്നു ഞാൻ വരച്ച കളേഴ്സ് എല്ലാം ഓൾമോസ്റ്റ് സെയിം കളറാണ് ആ ഒരു പിക്ചറിലെ. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അതുപോലെ ഓൾമോസ്റ്റ് ആ ഒരു സെയിം കളറായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നുള്ളൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ ആ പെൻസിൽ വെച്ച് ഇങ്ങനെ ഡാർക്കായിട്ട് കൊടുത്തുകൊണ്ട് കാരണം അത് ജസ്റ്റ് ആ കളറിൽ കൂടെ ഇങ്ങനെ എടുത്ത് കാണുന്നുണ്ട്. അത് പക്ഷേ ഞാൻ വലിയ കാര്യമാക്കിയില്ല. എന്നാലും കുഴപ്പമില്ല എന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. ഫൈനൽ ലുക്ക് നിങ്ങൾ എങ്ങനെയുണ്ട് നോക്കിയിട്ട് നിങ്ങൾ പറയാം, എങ്ങനെയുണ്ട്, അടിപൊളിയാണോ എന്ന് കേട്ടോ. കമൻറ്റ് ബോക്സിൽ പറയാം കേട്ടോ. അപ്പോൾ ഞാനത് ഫുള്ളിങ്ങനെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അവിടെയും ഇപ്പുറത്തും എല്ലായിടത്തും നല്ല കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഭാഗങ്ങളൊക്കെ കാണുമ്പോൾ മറ്റേടെ കൂടെ അങ്ങോട്ട് സ്പ്രെഡായി പോകുമെന്ന് എനിക്കൊരു ഡൗട്ടുണ്ടായിരുന്നു. മീൻസ് ആ മണ്ടയ്ക്കത്തെ കളറില്ലേ ഇച്ചിരി ഡാർക്ക് ബ്ലൂ, അതിൻ്റെ കൂടെ കണ്ടോ അതൊക്കെ അങ്ങോട്ട് പോകുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു അത് എന്തായാലും നമുക്ക് ഒരു ഇത് വെച്ച് മീൻസ് ഡൂഡിൽ ആർട്ട് പെന്ന് വെച്ച് നമുക്കത് ഫുള്ളൊന്ന് കവർ ചെയ്ത് കൊടുക്കാമെന്ന്. അപ്പോൾ ഞാനത് ഫുള്ളിങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ഞാനിത് ഫുള്ള് കൊടുത്തിട്ട് കാണാം.
സോറി ഗൈസ്, എൻ്റെ ഇടയ്ക്ക് ഒരു കോൾ വന്നിട്ടുണ്ടായിരുന്നു, അത് നിങ്ങൾ കാര്യമാക്കണ്ട. അത് കഴിഞ്ഞ് ഇനി നമ്മൾ നമ്മുടെ ഐയുടെ ഭാഗമാണ് നോക്കാൻ പോകുന്നത്. അപ്പം നമ്മൾ ഇപ്പം ചെയ്യുന്നത് ഡൂഡിൽ ആർട്ട് പെൻ വെച്ചിട്ട് തന്നെ ഐയുടെ ആ ഭാഗം കളർ ചെയ്യാണ്. ഇനിയിപ്പോൾ പറയാനുള്ള കാര്യം, നമ്മൾ ഈ ഒരു പിക്ചർ ഉണ്ടല്ലോ, ഈ പിക്ചർ നമ്മൾ ഈ പിക്സൽ ആർട്ട് ചെയ്യുമ്പോഴുള്ള ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ ഗ്രിഡ് വരയ്ക്കണം. ഗ്രിഡിൻ്റെ ബുക്കൊക്കെ കിട്ടും, അപ്പോഴത്തേക്കും ടൈം പോവും. പിന്നെയുള്ള കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, നമ്മുടെ ഫോണിൽ നോക്കിയിട്ട് കറക്റ്റ് അളവൊക്കെ എടുത്തിട്ട് വേണം നമ്മൾ വരയ്ക്കാൻ. അപ്പോൾ അതിൻ്റെ ഇച്ചിരി പാടുണ്ട്. പക്ഷേ ഞാനതൊക്കെ ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള പരിപാടിയിലേക്ക് ഞാനിങ്ങനെ ചെയ്യാവുന്നു. അപ്പോൾ പക്ഷേ ഒരു ബോക്സ് വരയ്ക്കുമ്പോഴുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ അതിനകത്തോടെ തന്നെ ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുമ്പോൾ നമ്മുടെ ചിലപ്പോൾ കണ്ണൊക്കെ ഇങ്ങനെ വേദന എടുക്കും. പക്ഷേ എന്നാലും ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ പിന്നെ മുക്കും സാധനങ്ങളും എല്ലാം സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്, കണ്ണൊക്കെ വരച്ചു. ഇനി നമുക്കുള്ള പരിപാടി എന്ന് പറയുകയാണെങ്കിൽ, ഇത് ഫുള്ളൊന്ന് റെഡിയാക്കി ബാക്കി കളേഴ്സൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കണം. ഇനി ഞാൻ എടുക്കുന്ന കളർ യെല്ലോ കളറാണ് കേട്ടോ. ഈ ഒരു യെല്ലോ ആണ്. ഞാൻ ലൈറ്റ് യെല്ലോ എടുക്കണമെന്നുണ്ടായിരുന്നു ആ മൂക്കിൻ്റെ ഭാഗത്ത് ചെയ്യാനായിട്ട്. പിന്നെ ഞാൻ വിചാരിച്ചു ലൈറ്റ് വേണ്ട, ഡാർക്ക് ആയിരിക്കും അതിന് ബെറ്റർ. കാരണം ലൈറ്റ് ഓൾറെഡി നമുക്കവിടെ ഫുൾ കളേഴ്സിനുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു ലൈറ്റ് കളർ കൊടുക്കണ്ട, എല്ലാം ലൈറ്റായാൽ അത് ഭയങ്കര ബോറായിരിക്കുമല്ലോ. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഈ ഡാർക്ക് കളർ വെച്ച് തന്നെ കൊടുക്കാമെന്നും. പിന്നെ ഞാൻ കാലിൻ്റെ ഭാഗത്തും മൂക്കിൻ്റെ ഭാഗത്തും എല്ലാം കൊടുത്തു. ഇത് പെങ്കിനാണെന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചു ഇത് ഡക്കാണെന്ന്. പക്ഷേ പെങ്കിനാണ് കേട്ടോ, പെങ്കിനാണ്. അപ്പം ഞാൻ അതും വരച്ചത് കഴിഞ്ഞു, സെറ്റായിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇനി ഞാൻ പെൻസിൽ വെച്ചിട്ടുള്ള പണിയാണ്. എന്താണെന്ന് ചോദിച്ചാൽ, പെൻസിൽ വെച്ച് നമ്മൾ ബോക്സ് പറഞ്ഞില്ലേ, ആ ബോക്സൊക്കെ ജസ്റ്റ് ഒന്ന് കളർ ചെയ്ത് കൊടുക്കാം. പെൻസിലേ പറ്റുള്ളൂ. ഞാൻ പിന്നെ ഡൂഡിലാർട്ട് വെച്ച് കളർ ചെയ്ത് കൊടുക്കാമല്ലോ എന്ന് വിചാരിക്കും. പക്ഷേ പെൻസിലായിരിക്കും ബെറ്ററെന്ന് തോന്നി. അത് വെച്ച് കളർ ചെയ്താൽ പറ്റി ഇങ്ങനെ എടുത്ത് നിൽക്കും കേട്ടോ. ഓരോ സമയത്ത് ഓരോ കാര്യങ്ങളാണ് ഞാൻ ആയിരിക്കുന്നത്. ഇനി എന്താണ് പണി എന്ന് പറഞ്ഞാൽ, ഞാനതെല്ലാം സെറ്റ് ചെയ്ത് ഇതാണ് ഫൈനൽ ലുക്ക് എന്ന് പറയാൻ വരുമ്പോഴല്ല, ഇതല്ല ഫൈനൽ ലുക്ക് കേട്ടോ. ഫുള്ള് തീർന്നിട്ടില്ല, ഇനി ഇച്ചിരി പണിയോടുണ്ട്. ഇതാണ് ഞാൻ വരച്ച പെൻഗ്വിൻ കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ ചെറി. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടാണ്. ഫസ്റ്റ് ട്രൈയിൽ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ചെറി. പിന്നെ പെൻഗ്വിനാണ്. അപ്പം ഞാൻ ഈ പെൻഗ്വിൻ ഞാൻ നേരത്തെ വരച്ച് വെച്ചിട്ടാണ്. പിന്നെ ഇപ്പം ഞാൻ വിചാരിച്ചു ഈ സമയത്ത് കിട്ടുന്നൊരവസരത്തിൽ നമുക്ക് ഈ ഒരു പെൻഗ്വിനോട് കളർ എടുത്തേക്ക് ഒരു വീഡിയോ എടുത്തേക്കാന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുത്തിട്ടോ. പിന്നെ എനിക്ക് ആ ഗേളിനെ ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ, ക്യൂട്ട് ഗേളിനെ. അത് ഞാൻ പിൻട്രസ്റ്റിൽ നിന്ന് നോക്കി തപ്പിയപ്പോൾ കിട്ടിയതാണ്. അതും ഞാൻ ഈ ടൈമിൽ ഇരുന്ന് വരച്ചതാണ് കേട്ടോ. പിന്നെ ഈ സമയത്തൊക്കെ കിടക്ക് ഉറങ്ങണ്ടേ എന്നൊക്കെ വെച്ചാൽ എനിക്ക് നല്ല ഉറക്കമൊന്നും വരുന്നില്ല. പക്ഷേ ഈ സമയത്ത് എനിക്ക് റിലാക്സ് ആയിട്ടിരുന്ന് വരയ്ക്കാം, ഒരു ഡിസ്റ്റർബൻസ് ഒന്നുമില്ല, സെറ്റാണ്. അതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ ഈ ടൈമിലിരുന്നാണ് വരച്ചത്. ഇതാണ് ഞാൻ നല്ലപോലെ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ഞാൻ വരച്ച പെൻഗ്വിനും. ഞാൻ പറഞ്ഞ ആ ക്യൂട്ട് ഗേൾ, അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ഗേളാണ്. പക്ഷെ നമ്മൾ ഇച്ചിരി മെനക്കെട്ടാൽ അത് അടിപൊളിയായിട്ട് വരും. എൻ്റെതെന്ന് പറഞ്ഞാൽ എനിക്ക് ഇതിൻ്റെ ചില ഭാഗങ്ങളിൽ എവിടേക്കോ തെറ്റിയിട്ടുണ്ട് കേട്ടോ. മീൻസ് എവിടെയൊക്കെ എനിക്ക് എക്സാമ്പിൾ പറയാൻ പറ്റില്ല, എവിടെയൊക്കെയോ ഞാൻ തെറ്റിച്ചിട്ടുണ്ട്. അപ്പം എന്നാലും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ഗേളിനെയാണോ ചെറീനെയാണോ അതോ പെങ്കിനെയാണോ ഇഷ്ടപ്പെട്ടതെന്ന് പറയാം കേട്ടോ. ഇനി ഞാൻ ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് നമ്മുടെ ആ ഒരു പെങ്കിൻ്റെ ബ്ലഷ് ഞാനൊന്ന് ഇതെടുത്ത് കൊടുത്തു. പിന്നെ ഞാൻ ലൈറ്റ് കൊടുത്തില്ല, ഡാർക്ക് കളർ തന്നെയാണ് ഞാൻ കൊടുത്തത്. ബ്രഷ് പെന്നിൻ്റെ ഡാർക്ക് കളറും പേസ്റ്റൽ കളേഴ്സും ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഡാർക്ക് കളറാണ് എടുത്ത് കൊടുത്തോട്ടോ. അതുകൂടെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫൈനൽ ലുക്ക് കംപ്ലീറ്റ് ആവട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഫൈനൽ ലുക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നി. പക്ഷേ ആ ഒരു പെൻസിലിൻ്റെ ആ ഒരു ഇത് വന്നുകൊണ്ട് മാത്രമാണ് എനിക്കൊരു പ്രശ്നം തോന്നിയത്. അപ്പം എന്തായാലും ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ് ഗായ്സ്. എനിക്ക് ഫൈനൽ ലുക്ക് അടിപൊളിയായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ. പിന്നെ എനിക്ക് ക്യൂട്ട് ഗേളിനെയാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടെങ്കിലും എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്തായാലും ബൈ ബൈ ഗായ്സ്.